ആകാശയാത്രയിൽ ചുവന്ന വജ്രത്തിനാലുള്ള ഒരു കൊട്ടാരം മുത്തുനബി തങ്ങൾ കാണുകയാണ്. ചോദിച്ചു, ഏതാണ് ഈ ഒരു കൊട്ടാരം, ആർക്കാണ് ഈ കൊട്ടാരം കിട്ടുക എന്ന്. മറുപടി വന്നത്, നിസ്കാരശേഷം ഈ ഒരു കുഞ്ഞൻ ദിക്ർ പറഞ്ഞ ആൾക്കുള്ളതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിക്ർ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഒരു ചെറിയൊരു ദിക്ർ, അയാൾക്ക് കിട്ടിയ നേട്ടോ ചുവന്ന വജ്രത്തിനാലുള്ള വലിയൊരു കൊട്ടാരവും. 2 കൊട്ടാരങ്ങൾ ലഭിക്കുന്ന, 2 നിസ്കാരശേഷം ഈ 2 ചെറിയ ദിക്റുകൾ ചൊല്ലുന്ന ആൾക്ക് കിട്ടുന്ന വലിയ മഹത്വവും ഇൻഷാ അല്ലാഹ് ഇന്ന് കേൾക്കാം. ഏതൊക്കെയാണെന്ന് കേട്ടോക്കെ. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ മഹത്വമുള്ള ഒരു ദിക്ർ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെയാണ് 70 വാതിലുകളുള്ള ഒരു കൊട്ടാരം നബിതങ്ങൾ കണ്ടത്. 70 വാതിലുകൾ. നബിതങ്ങൾ പറയാൻ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ആർക്കുള്ളതാണ് ഈ കൊട്ടാരമെന്ന്. അതും ഒരു കുഞ്ഞൻ ദിക്ർ ചൊല്ലിയ ആൾക്കാണ്. ഏതാണ് ആ ദിക്റുകളെന്നൊന്ന് പഠിച്ചു വെക്കണ്ടേ? നമുക്കും ഒരുപാട് അമലൊന്നുമില്ലെങ്കിലും ചുരുങ്ങിയ അമൽ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി നബിതങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. ഈ ദിക്ർ പതിവാക്കുന്നവർക്ക് വേറൊരു നേട്ടം കൂടിയുണ്ട്. അയാൾ സ്വർഗാവകാശിയായിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് ഉറപ്പാണ്. കാരണം മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, സ്വർഗത്തിലെ കൊട്ടാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾക്ക് അള്ളാഹു അവസരം നൽകട്ടെ. ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഒക്കെ വിളിച്ചിട്ട് ദുആരക്കാൻ ഏൽപ്പിക്കാറുണ്ട്. പല ആളുകളും ഡയറക്റ്റായി വിളിച്ചിട്ട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. ഒരു സഹോദരി വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം സങ്കടം പറഞ്ഞത്, രോഗം ബാധിച്ചിട്ട് കുറേ നാളായി, അവർക്കല്ല അവരുടെ ഭർത്താവിന് രോഗിയായി കിടക്കുകയാണ്. അവരെ ചികിത്സിക്കുന്നത്, അവരെ നോക്കുന്നത്, പരിചരിക്കുന്നതൊക്കെ ഈ ഒരു ഭാര്യയാണ്. അവർക്ക് വേറെ സഹായികൾ ആരുമില്ല. അപ്പോൾ വലിയൊരു ആശ്വാസം കിട്ടുന്നത് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കേൾക്കുമ്പോഴാണ്, ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ചൊല്ലുമ്പോഴാണ് ജീവിതത്തിൽ ഒരു സന്തോഷവും റാഹത്തും ഒക്കെ ലഭിക്കുന്നത്. ദുആരക്കണേ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ദുആരക്കണം. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു തരുമാറാകട്ടെ. സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. കുടുംബ വഴക്കിലെത്തി നിൽക്കുന്ന ആളുകളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിട്ട് എന്ത് ചെയ്യുക, തൊലാഖിന്റെ വക്കിലെത്തി നിൽക്കുന്ന ആളുകൾ, അതുപോലെ പല പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾ ദുആരക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു രക്ഷ നൽകട്ടെ. സാധുക്കളായ നമ്മോട് ദുആരക്കാൻ ഏൽപ്പിക്കുന്നത്, നമ്മൾ ഈ ഇൽമൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇൽമ പറയുന്ന ആളുകൾ ദുആ സ്വീകരിക്കുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ദുആ ഇറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ ആമീൻ പറഞ്ഞിട്ട് ആ ആമീൻ കബൂലാക്കിയിട്ട് നമ്മുടെ ദുആ സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ആമീൻ പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങളുടെയും സകല മുറാദുകളെയും ഹാസിലാക്കി തരുമാറാകട്ടെ. ഇന്ന് നമുക്കൊരു അത്ഭുതപ്പെടുന്ന ദിക്ർ പഠിക്കാം. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലമ്മ അറജ ബി ഇലാ സമാഇ ദുനിയ. നബി തങ്ങൾ പറയാണ്, എന്നെ 1ാം ആകാശത്തിലേക്ക് കൊണ്ടുപോയ സമയം, ഞാൻ മലക്കുകളുമായി 1ാം ആകാശത്തിലേക്ക് കടന്നു ചെന്ന സമയം, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മറർത്തു അലാ ഖസ്രിൻ മിൻ ജൗഹറത്തിൻ ഹംറാ. ഞാൻ എന്ത് ചെയ്തു, ഒരു ചുവന്ന വജ്രത്തിനാലുള്ള, ചുവന്ന മുത്തിനാലുള്ള അത്ര വില പിടിച്ച ഒരു കൊട്ടാരത്തിന്റെ അരികെ ഞാൻ നടന്നുപോയി. ഇങ്ങനെ ഒരു കൊട്ടാരത്തിന്റെ അരികിലൂടെ എന്നെ കൊണ്ടുപോയി. ഞാൻ അത്ഭുതത്തോടു കൂടി അത് നോക്കി നിൽക്കുകയാണ്. എന്താണ്? ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ ഹബീബി ജിബ്രീൽ, അല്ലയോ എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ലിമൻ ഹാദൽ ഖസ്ർ, ഈ ഒരു കൊട്ടാരം, കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമുള്ള ചുവന്ന മരതകത്തിനാലുള്ള, അല്ലെ ചുവന്ന വജ്രത്തിനാലുള്ള, ചുവന്ന മണിമുത്തിനാലുള്ള ഈ കൊട്ടാരം ലിമൻ, ആർക്കുള്ളതാണ് ജിബ്രീലെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖാൽ, അവിടുന്ന് മറുപടി പറയാണ്, ലിമൻ യുസല്ലി ഫർദ സുബ്ഹ്, ആരെങ്കിലും ഒരാൾ ഫർദ് നിസ്കാരമാണ്, സുബഹി നിസ്കരിച്ചു, അതിനുശേഷം വയഖൂലു ബഅദഹു, ആ സുബഹി നിസ്കാരത്തിനു ശേഷം അയാൾ പറയുകയും ചെയ്തു. എന്താണ് ഈ ഒരു ദിക്ർ? ചെറിയ ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്, യാ ബാസിത്തൽ യദൈനി ബിർറഹ്മതി ഇർഹംനി. എങ്ങനെയാണ് ദുആ ഇറക്കേണ്ട ദിക്ർ ചെല്ലേണ്ടത്? യാ ബാസിത്തൽ യദൈനി ബിർറഹ്മതി ഇർഹംനി 40 മറത്തൻ. എത്ര തവണ? 40 തവണ. അപ്പോൾ 40 തവണ യാ ബാസിത്തൽ യദൈനി ബിർറഹ്മതി ഇർഹംനി, യാ ബാസിത്തൽ യദൈനി ബിർറഹ്മതി ഇർഹംനി. ഇതപ്പോൾ ചൊല്ലണം സുബഹി നിസ്കാര ശേഷം. ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കരിച്ച ഉടനെ ഈ ഒരു ദിക്ർ 40 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനായി തയ്യാർ ചെയ്യപ്പെട്ടതാണ് ഈ ചുവന്ന മരതകത്തിനാലുള്ള, അല്ലെ ചുവന്ന വജ്രത്തിനാലുള്ള ഈ കൊട്ടാരം എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. നോക്കുങ്ങൾ, അപ്പം ഇത് ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയം മതി, 5 മിനിറ്റ് പോലും വേണ്ട.
അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് സ്വർഗ കൊട്ടാരം നേടിയെടുക്കാൻ പറ്റിയ, അതും മരതകത്തിനാലുള്ള കൊട്ടാരം നേടിയെടുക്കാൻ പറ്റിയ മഹത്തായ ഒരു ദിക്ർ. നബി തങ്ങൾ വീണ്ടും യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ് അവിടുന്ന് പറയാൻ മാറജ ബിഹില സമാ ഇസാനിയ, രണ്ടാം ആകാശത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ മറ ബി ഖസിരിൻ ലഹു സബഊന ബാബ, 70 വാതിലുകളുള്ള ഒരു കൊട്ടാരത്തിനരികെ നടന്നു. 70 വാതിലുകളുണ്ട് ആ കൊട്ടാരത്തിന്, 70 കവാടങ്ങൾ. ആ കവാടങ്ങളുടെ ഓരോ വിസ്തീർണം, ഓരോ വാതിലിന്റെ ഇടയിലുള്ള വലിപ്പമൊക്കെ നബി തങ്ങൾ ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അത്ര വിശാലമായ 70 വാതിലുകളുള്ള വലിയൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിനരികെ നടന്നു. ഫഖാല, നബി തങ്ങൾ ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഹബീബി ജിബ്രീൽ, എൻ്റെ പ്രിയങ്കരായ കൂട്ടുകാരാ ജിബ്രീലേ, ലിമൻ ഹാദ, ഇത് ആർക്കുള്ളതാണ്? ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? ആദ്യം ചോദിച്ച കൊട്ടാരം നമുക്കറിയാം, ആദ്യത്തെ ആ ദിക്ർ പറഞ്ഞ ആളുകൾക്കുള്ളതാണ്. രണ്ടാമത്തെ കൊട്ടാരം, ഈ 70 വാതിലുകളുള്ള കൊട്ടാരം, ഇത് ആർക്കുള്ളതാണ് ജിബ്രീലെ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുകയാണ്, ലിമൻ സ്വല്ലൽ, ആരെങ്കിലും ഒരാൾ ദുഹർ നിസ്കരിച്ചു, നേരത്തെ സുബഹി നിസ്കരിച്ച ആൾക്ക് കിട്ടിയതാണ്, ദുഹർ നിസ്കരിച്ചു. വഖാല ബഅദഹ, ആ ദുഹർ നിസ്കാരത്തിന് ശേഷം അയാൾ പറയുകയും ചെയ്തു, എന്താ പറഞ്ഞത്? യാ വാസിഅൽ മഗ്ഫിറതി ഇഗ്ഫിർലി, യാ വാസിഅൽ മഗ്ഫിറതി ഇഗ്ഫിർലി, യാ വാസിഅൽ മഗ്ഫിറതി ഇഗ്ഫിർലി 70 മറ, 70 തവണ യാ വാസിഅൽ മഗ്ഫിറതി ഇഗ്ഫിർലി എന്ന് ആരെങ്കിലും ഒരാൾ ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചതാണ് എന്ന്. എന്താണ് ആദ്യം പറഞ്ഞ ദുആന്റെ അർത്ഥം? ദിക്റിന്റെ യാ ബാസിത്തർ യദൈനി ബിർറഹ്മ, റഹ്മത്ത് കൊണ്ട് ഇരു കരങ്ങളെയും നീട്ടിയിരിക്കുന്നവനായ അല്ലാഹ്. കരങ്ങൾ നീട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് ഇങ്ങനെ ചൊരിഞ്ഞു തരുന്നവനായ അല്ലാഹ് എന്നർത്ഥം. അള്ളാഹുവിന് കൈയുണ്ട് എന്നല്ല. റബ്ബ് സുബ്ഹാന, അതായത് റഹ്മത്ത് കൊണ്ട് അടിമകളിലേക്ക് ഇങ്ങനെ വിശാലമായി നീട്ടിയിരിക്കുന്ന അല്ലാഹ്, അത് എന്ത് ചെയ്യണം? ഇർഹംനി, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണേ. അതാണ് ആദ്യത്തെ ചോദിച്ചത്. രണ്ടാമത് ചോദിച്ചതോ യാ വാസിഅൽ മഗ്ഫിറ, മഗ്ഫിറത്ത് ഇങ്ങനെ വിശാലമായവനായ അല്ലാഹ്, പാപം പൊറുക്കൽ വിശാലമായവനായ അല്ലാഹ്, എത്ര തെറ്റ് ചെയ്താലും പുറത്തു തരുന്നവനായ അല്ലാഹ്, ഇഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഈ ഒരു ചോദ്യമാണ് ഈ രണ്ട് സുബ്ഹി നിസ്കാര ശേഷം ഈ ഒരു ദിക്ർ 40 തവണ ചൊല്ലി, ദുഹർ നിസ്കാര ശേഷം യാ വാസിഅൽ മഗ്ഫിറത്തി ഇഗ്ഫിർലി എന്ന് 70 തവണയും ചൊല്ലുന്ന ആൾക്കുള്ളതാണെന്ത്? ഈ 70 വാതിലുകളുള്ള കൊട്ടാരം എന്ന്. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹു നമുക്ക് പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ കുറഞ്ഞൊരു 2-3 മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കുഞ്ഞൻ ദിക്ർ നമുക്ക് ചൊല്ലാൻ പറ്റും. ഈ 2 അത്ഭുതപ്പെടുത്തുന്ന ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചൊല്ലാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന എന്തെങ്കിലുമൊക്കെ അമല് നമ്മുടെ കൂടെ വേണ്ടേ? നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നല്ല പവർഫുള്ളായതാണ് എങ്കിൽ, നല്ല പവറുള്ള, നല്ല കൂവത്തുള്ള, നല്ല ത്രാണിയുള്ളതാണ് എങ്കിൽ നമുക്കതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് അറിവുകൾ നമുക്ക് പഠിക്കാനൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.